ഡൽഹി പോലീസിലെ സ്വാറ്റ് കമാൻഡോയായ 27-കാരി കാജലിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു പോവുകയാണെന്ന് പറയാം. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിക്കുകയാണ്. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ആദ്യം വളരെയധികം തന്നെ സ്വാഭാവികമായി തോന്നി. എല്ലായിടത്തും നടക്കുന്നത് പോലെ ദുർമരണങ്ങൾ അല്ലെങ്കിൽ കൊലപാതകമായി തോന്നി. എന്നാൽ ഇതിന് പിന്നിൽ ഓരോ കാര്യങ്ങൾ ചുരുളഴിയുമ്പോൾ ഇത് വളരെയധികം നിർണായകമായ എന്നാൽ ക്രൂരമായ ഒരു കൊലപാതകമാണ് എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ആഴ്ച ഭർത്താവിൻ്റെ ക്രൂരമർദ്ദനത്തിനിരയായ കാജൽ ചൊവ്വാഴ്ച ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണത്തിന് കീഴടങ്ങിയത്. കുടുംബ പ്രശ്നങ്ങളെയും സ്ത്രീധനത്തെയും ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ ഭർത്താവ് അങ്കുർ ചൗധരി ഡംബെൽ ഉപയോഗിച്ച് കാജലിനെ ആക്രമിക്കുകയായിരുന്നു. അങ്കുർ ചൗധരിക്ക് 28 വയസ്സായിരുന്നു. ജനുവരി 22 രാത്രി 10 മണിയോടെയാണ് സംഭവം തുടക്കം കുറിച്ചത്. ഭർത്താവായ അങ്കുർ കാജലിന്റെ സഹോദരൻ നിഖിലിനെ വിളിച്ച് ഭാര്യ തന്നോട് വഴക്കിടുകയായിരുന്നുവെന്ന് പറഞ്ഞു. സഹോദരനോട് കാര്യം വിശദീകരിക്കാൻ കാജൽ ഫോൺ വാങ്ങിയെങ്കിലും അങ്കുർ അത് തട്ടിപ്പറിച്ചു. ഞാൻ നിന്റെ പെങ്ങളെ കൊല്ലാൻ പോവുകയാണ്, തെളിവായി നീ ഈ സംഭാഷണം റെക്കോർഡ് ചെയ്തോ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ പറഞ്ഞ ശേഷം അങ്കുർ കാജലിനെ ആക്രമിക്കുകയായിരുന്നു. നിഖിൽ ഫോണിലൂടെ കാജലിന്റെ നിലവിളി കേട്ടെങ്കിലും ഉടൻ തന്നെ കോൾ കട്ടാക്കുകയായിരുന്നു. 5 മിനിറ്റിന് ശേഷം വീണ്ടും വിളിച്ചു. അങ്കുർ താൻ കാജലിനെ കൊന്നെന്നും വന്ന് മൃതദേഹം കൊണ്ടുപൊക്കോളാനും നിഖിലിനോട് പറഞ്ഞു. നിഖിൽ അർദ്ധരാത്രിയോടെ ഡൽഹിയിലെത്തി. അപ്പോഴേക്കും അങ്കുറിന്റെ വീട്ടുകാർ സ്ഥലത്തെത്തുകയും കാജലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. കാജലിന്റെ തലച്ചോറിന്റെ പ്രവർത്തനം നിലച്ചതായി ഡോക്ടർമാർ തന്നെ അറിയിച്ചു. ഡംബൽ കൊണ്ട് തലയ്ക്കടിച്ചതിനോടൊപ്പം തന്നെ കാജലിന്റെ തല വാതിലിന്റെ ഫ്രെയിമിലിട്ട് ഇടിക്കുകയും ചെയ്തതായി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡൽഹിയിലെ ആശുപത്രിയിൽ നിന്ന് പിന്നീട് ഗാസിയാബാദിലെ ആശുപത്രിയിലേക്ക് മാറ്റിയ കാജൽ ജനുവരി 27 പുലർച്ചെ 6 മണിയോടെ മരണപ്പെട്ടു. ഹരിയാനയിലെ ഗനൗർ സ്വദേശിയായ കാജൽ 2022 ഡൽഹി പോലീസിൽ കോൺസ്റ്റബിളായി ചേർന്നത്. കഠിനമായ കമാൻഡോ പരിശീലനത്തിന് ശേഷം സ്പെഷ്യൽ സെല്ലിന്റെ സ്വാറ്റ് യൂണിറ്റ് നിർമ്മിതമായി. കാജലിന്റെ സഹോദരൻ നിഖിലും ഡൽഹി പോലീസിൽ കോൺസ്റ്റബിളാണ്. 2023 നവംബറിലായിരുന്നു അങ്കുറും കാജലും തമ്മിലുള്ള പ്രണയവിവാഹം. ഇവർക്ക് 1.5 വയസ്സുള്ളൊരു മകനുണ്ട്. സംഭവ ദിവസം തന്നെ പോലീസ് പ്രതിയായ അങ്കുർ ചൗധരിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.